രമാദേവി തിരുമല എല്ലാവർക്കും സുപരിചിതമാണ്. ഭഗവത കുടുംബം തുടങ്ങിയ ഏകദേശം അടുത്ത് തന്നെ ഈ കുടുംബത്തിലേക്ക് എത്തിയതും പിന്നെ എല്ലാ സൽക്കർമ്മങ്ങളിലും നമ്മുടെ കൂടെ ഉപാസനയിൽ കുറച്ച് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റ് രീതിയിൽ പലതരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും സപ്താഹങ്ങളൊന്നും സൽക്കർമ്മങ്ങളിലൊന്നും ഒഴിവാകാതെ നമ്മുടെ കൂടെ എപ്പോഴും പ്രഭാഷണങ്ങളായിട്ടും കീർത്തനങ്ങളായിട്ടും പാരായണമായിട്ടും ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അമ്മയെ എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. ഇന്ന് പ്രഹ്ലാദ സ്തുതിയാണ് അമ്മയുടെ വിഷയം. ആ പ്രഹ്ലാദ സ്തുതി നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് രമാദേവി അമ്മയെ എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം യോ മന്ദർപ്പവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്തഖില ശക്തിധരസ്വധാംന അന്യാം സഹസ്രചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീ ശാരദാ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഭാഗവതോത്തമനായ ആചാര്യൻ മനു തിരുമേനിയുടെ പാതാരബന്ധങ്ങളിൽ സ്നേഹാദരപൂർവം വിനയപൂർവ്വം നമസ്കരിക്കുന്നു. അച്ഛൻ തിരുമേനിയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അച്ഛൻ തിരുമേനിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയും അച്ഛൻ തിരുമേനിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രോതാക്കളായ എല്ലാ ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ വിനയപൂർവ്വം നമസ്കരിക്കുന്നു. തിരുമേനി പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് ഭാഗവത കുടുംബത്തിൽ ആദ്യമേ ഉണ്ട് ഞാൻ എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ആദ്യം ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ശരിക്കും രൂപവും ഭാവവും ഒക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ സപ്താഹത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം എത്ര രൂപവും ഭാവവും എത്ര ചിട്ടയായിട്ടും എത്ര ഭംഗിയായിട്ടും ഒക്കെയാണ് ഇത്. എത്ര മെനക്കെട്ടാണ് തിരുമേനിയും മധുജിയും കൂടെ ഇത് ഒരുക്കിയിരിക്കുന്നത്. അതിന് തിരുമേനിക്കും മധുജിക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. പിന്നെ ഭാഗവത കുടുംബത്തിലുള്ള ഒക്കെ ഇപ്പൊ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് അത്രയ്ക്ക് എല്ലാത്തിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഉപാസനയിൽ പ്രത്യേകിച്ചും. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് എനിക്കൊരു ദുഃഖമുണ്ട് എൻ്റെ മനസ്സിൽ. ഞാനങ്ങ് അത്രയൊന്നും മുന്നോട്ടായിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ വളരെ നന്നായിട്ട് പാരായണം ചെയ്യുകയും നല്ലോണം പ്രഭാഷണം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഭഗവാൻ എൻ്റെ ബുദ്ധിയിൽ പ്രവേശിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളെ രമിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ വിഷയം സപ്തമസ്കന്ധം 9ാം അധ്യായം പ്രഹ്ലാദ സ്തുതിയാണ്. ഭാഗവതത്തിലെല്ലാം പ്രധാനമാണെങ്കിലും പ്രഹ്ലാദ സ്തുതി എന്ന് പറയുമ്പോൾ എന്തോ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ആ ഭക്തനായ പ്രഹ്ലാദന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പരിശുദ്ധ വാക്കുകളാണ് ശരിക്കും 8 മുതലുള്ള സ്തുതിയിൽ 8 മുതലുള്ള 50 ശ്ലോകങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് ശരിക്കും ഭക്തിയിൽ ചാലിച്ച ജ്ഞാനമുത്തുകളാണ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. പ്രഹ്ലാദന്റെ സ്തുതിക്ക് ഇത്രയും ഒരു മേന്മ എനിക്ക് തോന്നുന്നു പരിശുദ്ധ ഭക്തിയാണ്. പ്രഹ്ലാദൻ കൊച്ചുബാലൻ അത്ര പരിശുദ്ധ ഭക്തിയോടെയാണ് ഭഗവാനെ സേവിക്കുന്നത്. പരിശുദ്ധ ഭക്തിക്ക് വേറൊരു പേര് പറയും അഹേതുകി ഭക്തി എന്ന്. അതായത് ഭഗവാനെ സ്നേഹിക്കുക, അപ്പൊ ഒന്നും കാക്ഷിക്കുന്നില്ല, ഭഗവാനെ സ്നേഹിക്കുക മാത്രം, സ്നേഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുക. അതാണ് അഹേതുകി ഭക്തി എന്ന് പറയുന്നത്. അതിന് പ്രേമഭക്തി എന്നും പറയും. ഈ പ്രേമഭക്തി കൊണ്ടാണ് പ്രഹ്ലാദൻ ഉഗ്രമൂർത്തിയായിട്ട് ക്രുദ്ധനായിട്ട് നിന്ന നരസിംഹമൂർത്തിയെ
ശാന്തനാക്കിയത്. ശാന്തനാക്കി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അങ്ങനെ അലിയിപ്പിക്കുകയായിരുന്നു ശരിക്കും ഭഗവാനെ. അങ്ങനെയായിരുന്നു അല്ലേ? അപ്പൊ ആ രംഗം ഒന്ന് ഭാവനയിലേക്ക് കൊണ്ടുവരാൻ ചുരുക്കത്തില് ഹിരണ്യകശിപു പുത്രനെ കൊല്ലാനായിട്ട് വാളുമായിട്ട് വരികയാണ് അവർ. അപ്പൊ എന്നിട്ട് ചോദിക്കുകയാണ്, ഞാനല്ലാതെ ഒരു ജഗദീശ്വരൻ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ, എവിടെയാണ് നിന്റെ ആ സർവേശ്വരൻ എന്ന്. അപ്പോ പ്രഹ്ലാദന്റെ മറുപടി സർവത്ര എന്നായിരുന്നല്ലോ. അപ്പൊ എങ്ങും നിറഞ്ഞവനാണെങ്കിൽ എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൂണിൽ ആഞ്ഞ് ശക്തിയായിട്ട് അടിച്ചത്. അപ്പൊ അത് ശരിക്കും നിന്റെ ജഗദീശ്വരനായ ഭഗവാൻ ഇതിനകത്തുണ്ടെങ്കിൽ ആ ഭഗവാനും കൂടെ തകരട്ടെ എന്നുള്ള രീതിയിൽ അടിച്ചപ്പോൾ അത്രയ്ക്ക് ആഞ്ഞാണ് ആ തുണിയിൽ അടിച്ചത്. അപ്പൊ എന്താണ് ഉണ്ടായത്? അത് പട്ടതിരിപ്പാടിന്റെ വരികളിൽ നമുക്ക് നോക്കാം. സ്തംഭേ കട്ടേതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയൻ. ആ ഹിരണ്യകശിപുവിന്റെ കാതുകളെല്ലാം തവിട് പൊടിയാക്കുന്ന വിധത്തിലുള്ള ആ ഒരു ഒച്ചയോട് കൂടിയിട്ടാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചത്. ബ്രഹ്മാദേവന്മാരെല്ലാം ബ്രഹ്മാണ്ടം പൊട്ടിത്തെറിക്കുകയാണോ എന്നാണ് അവരൊക്കെ ഭയപ്പെട്ട ആ ശബ്ദം കേട്ടിട്ട്. അപ്പൊ ഭഗവാൻ ഈ രൂപം സ്വീകരിച്ചത് തന്നെ ശരിക്കും ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് കൊടുത്ത വരം സഫലമാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു രൂപം സ്വീകരിച്ചത്. അതൊക്കെ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹിരണ്യകശിപുവിന്റെ മാറിടം നഖങ്ങൾ കൊണ്ട് പിളർന്ന് കുടൽമാലകൾ തന്റെ കഴുത്തിൽ അണിഞ്ഞു. പിന്നെ ഒരു താണ്ഡവം തന്നെയായിരുന്നു അവിടെയുള്ള ആയിരക്കണക്കിന് അസുരന്മാരെല്ലാം സംഹരിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിന്റെ ആ രാജസിംഹാസനത്തിൽ കയറിയിരുന്നു. ആ ക്രുദ്ധനായ ഉഗ്രമൂർത്തിയെ സമീപിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. എല്ലാവരും ദൂരെ മാറിയിരുന്നാണ് സ്തുതിച്ചത്. ബ്രഹ്മാവ്, ശ്രീ പരമേശ്വരൻ, ദേവന്മാർ, ഋഷികൾ എല്ലാവരും ദൂരെ നിന്നങ്ങ് സ്തുതിച്ചു. അപ്പൊ സൂര്യനെ സ്തുതിച്ചിട്ടും ഒന്നും ശാന്തനാക്കാൻ കഴിഞ്ഞില്ല. അപ്പാണ് ആ രംഗമാണ് നമുക്ക് ഇതിന് 9 അധ്യായം തുടങ്ങുമ്പോഴത്തേക്കും വരുന്നത്. അപ്പൊ ആ രംഗത്തില് ശാന്തനാക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇവരെല്ലാം ദേവന്മാരെ മഹാലക്ഷ്മിയെ സമീപിച്ചു. മഹാലക്ഷ്മിയോട് ഭഗവാനെ ശാന്തനാക്കാനായിട്ട് അപേക്ഷിച്ചു. പക്ഷെ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഭഗവാന്റെ ഈ രൂപം കണ്ടിട്ട് മഹാലക്ഷ്മിക്കും അടുത്ത് വരാൻ പറ്റിയില്ല. മഹാലക്ഷ്മി അടുത്ത് വരാൻ കൂട്ടാക്കിയില്ല. അപ്പൊ നോക്കിയപ്പോഴാണ് ഒരാൾ മാത്രം അവിടെ ശാന്തനായി നിൽക്കുന്നു. അത് പ്രഹ്ലാദ ബാലൻ. അപ്പൊ ബ്രഹ്മാവ് ചെന്ന് പ്രഹ്ലാദ ബാലന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാന്റെ അടുത്തേക്ക് സമീപത്ത് പോയി ഭഗവാനെ ശാന്തനാക്കൂ, നരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദനോട് പറഞ്ഞു. അങ്ങനെ പ്രഹ്ലാദൻ അങ്ങോട്ട് ചെന്നു. അങ്ങനെയാണ് ചെന്നത്. ഭഗവാൻ തൊഴുകൈകളോടുകൂടി ചെന്ന് അങ്ങ് സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിച്ചു. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവ കൃപയാ പരിപ്ലുതഃ ഉത്ഥാപ്യ തശ്ശീന അദതാർക്കരാംബുജം കാലാഹി വിത്രസ്തതിയാം കൃതാഭയം. തന്റെ പാദമോദത്തിൽ പതിച്ചെടുക്കുന്ന ആ ബാലനെ കണ്ടപ്പോൾ തന്നെ ആ നരസിംഹമൂർത്തിയുടെ കോപം എല്ലാം പോയി. കൃപ കൊണ്ട് ഹൃദയം അങ്ങ് ആർദ്രമായി. ഭഗവാൻ തന്നെ ബാലനെ എഴുന്നേൽപ്പിച്ചു. ആ പ്രഹ്ലാദന്റെ ശിരസിൽ ആ താമര പോലെയുള്ള തൃക്കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ആ തൃക്കൈകൾക്ക് വേറെ വിശേഷമുണ്ട്. കാലമാകുന്ന സർപ്പത്തിൽ നിന്നും ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്രയം നൽകുന്ന ആ കരാംബുജങ്ങളാണ് ആ കുഞ്ഞിന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചത്. ഭഗവാന്റെ ആ കരസ്പർശം മൂലം പ്രഹ്ലാദന്റെ പൂർവജന്മ പാപങ്ങളെല്ലാം ശുദ്ധമാക്കപ്പെട്ടു. ആ പൂർവവാസങ്ങളിൽ നിന്നെല്ലാം മോചിതനായി ഹൃദയത്തിൽ ഭഗവത് തത്വം പ്രകാശിച്ചു. ശരീരം രോമാഞ്ചം കൊണ്ടു, ഹൃദയം ആർദ്രമായി, കണ്ണുകളിൽ നിന്നൊക്കെ അശ്രുക്കൾ ഒഴുകി പ്രവഹിച്ചു. ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഭഗവാന്റെ മുന്നിലും അകത്തും ഉള്ളിലും ഒക്കെ ഭഗവാൻ നിറഞ്ഞു നിന്നു. അങ്ങനെ ഭഗവാൻ തന്നെ ഉറപ്പിച്ച കണ്ണും ഹൃദയവുമായിട്ട് നിന്നുകൊണ്ടാണ് പ്രഹ്ലാദൻ ഈ സ്തുതി തുടങ്ങുന്നത്. ആദ്യത്തെ ശ്ലോകം: ബ്രഹ്മാദയാ സുരഗണ മുനയോധ സിദ്ധ സത്വേകദാനമതയോ വജസാം പ്രവാഹേ ആരാധിതും പുരുഗുണേ അധുനാഭി വിപ്രുഹു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാദേഹി. ആദ്യത്തെ ശ്ലോകത്തിൽ പ്രഹ്ലാദൻ ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ്. ഇത്രയും നേരം ബ്രഹ്മാവ് ദേവന്മാരെല്ലാം സ്തുതിച്ചിട്ടും ഭഗവാന്റെ പാർഷദന്മാർ, പ്രിയമുള്ള പാർഷദന്മാർ എല്ലാവരും സ്തുതിച്ചിട്ടും ഭഗവാന്റെ കോപം അടങ്ങിയതേ ഇല്ല.
പക്ഷെ താൻ നമസ്കരിച്ചപ്പോൾ കരുണാർദ്ദനായി, അത് പെട്ടെന്ന് തന്നെ പ്രസാദിച്ചു. അപ്പോ അത് മാത്രമല്ല, ആ പ്രേമത്തിന്റെ ഭാവത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പൊ അപ്പൊ വിചാരിക്കുകയാണ്, ഈ ബ്രഹ്മാതി വേളത്തൊന്നും പ്രസാദിക്കാതെ ഹീനജാതിയിലുള്ള എന്നിൽ ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നത്, എന്താണ് എനിക്ക് ഇതിന് അർഹമായിട്ടുള്ളത് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് പ്രഹ്ലാദൻ. ഭഗവാന്റെ ആ ഒരു വിനയമാണ് നമുക്ക് ആ ശ്ലോകത്തിൽ കാണാം. ധനം, കുലം തുടങ്ങിയ 12 ഗുണങ്ങൾ പറഞ്ഞിട്ട് അതൊന്നുകൊണ്ടും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്ന് പ്രഹ്ലാദൻ പറയുകയാണ്. പിന്നെ എന്താണ് വേണ്ടത്? ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. അതായത് ഭക്തിയാണ് ഈ 12 ഗുണങ്ങളെക്കാൾ ശ്രേഷ്ഠം. അതാണല്ലോ ഗജേന്ദ്രൻ ഭക്തിയോടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ അവിടെ ചെന്നില്ലേ, ഉടനെ തന്നെ ആ ഭക്തൻ ചെന്ന കാരുണ്യം കാട്ടിയില്ലേ എന്ന് പറയാണ്. ഈ 12 ഗുണങ്ങൾ ഉണ്ടായാലും ഭക്തിയില്ലാത്ത ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് എന്താണ് കാര്യം? ഭക്തിയില്ലാത്ത ബ്രാഹ്മണനേക്കാൾ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ മനസ്സ് സമർപ്പിച്ച ഭക്തനായ ചണ്ടാളനാണ് ശ്രേഷ്ഠൻ എന്നുള്ളത് അവിടെ പറഞ്ഞു വെച്ചു. മഹാപ്രഭുവായ അങ്ങ് നിജലാഭപൂർണനാണ്, സ്വയം പൂർണ്ണനാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഭഗവാനെ പൂജിക്കുന്നു ആരാധിക്കുന്നു എന്ന് ഉള്ള ചോദ്യവും ഉത്തരവും പ്രഹ്ലാദൻ തന്നെ പറഞ്ഞു തരികയാണ്. പ്രതിമുഖശ്രീ യഥാമുഖശ്രീ എന്ന്. സ്വന്തം മുഖത്തിൽ അലങ്കരിച്ചാൽ മാത്രമേ ആ അലങ്കാരം കണ്ണാടിയിലെ പ്രതിമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പരമാത്മാവായുള്ള ഈശ്വരനെ സമർപ്പിച്ചാലേ ജീവനായ തനിക്കും അതിന്റെ സന്തോഷം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ. അപ്പോൾ ഭഗവാന് ഭക്തിയോടെ സമർപ്പിച്ചാൽ അതെല്ലാം നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല. ഭഗവാൻ പൂർണ്ണനാണ്. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നു ജീവാത്മാവറികടോ എന്ന് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ പറയുന്ന ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. അപ്പൊ പ്രഹ്ലാദൻ പറയാണ്, ഞാൻ അങ്ങയെ സ്തുതിച്ച് സ്തുതിച്ച് ശുദ്ധനാകും. പൂർവ്വജന്മത്തിൽ പാപങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് അസുര ജനിക്കേണ്ടി വന്നത്. ഈ സ്തുതി കൊണ്ട് ഞാൻ പവിത്രനായി തീരും എന്ന് പറയാണ്. നമുക്കും അത് തന്നെ, ഈ സ്തുതി കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഹൃദയം പവിത്രമായി തീരും. നമുക്കും അത് നമ്മളെപ്പോഴും അത് എപ്പോഴും കേട്ടോണ്ടിരുന്നാലേ നമുക്ക് ഇതിലൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ പിന്നെ നമ്മൾ മറന്നു പോകും. പക്ഷെ ഈ സ്തുതി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ പവിത്രമാവും. പിന്നെ പറയുന്നത് പറയാണ്, എൻ്റെ അച്ഛനെ കൊന്നതിൽ എല്ലാവർക്കും നല്ല സന്തോഷമാണ്. കാരണം ദുഷ്ടനായിരുന്ന അച്ഛനെ കൊന്നതിൽ ഏറെ സന്തോഷമാണ്. ദുഷ്ടജീവികളെ കൊല്ലുന്നതിൽ എപ്പോഴും സജ്ജനങ്ങൾ സന്തോഷിക്കും. അവര് അതിൽ നിന്ന് മോചിതമായി കിട്ടുമല്ലോ ലോകം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷെ അവരെല്ലാം പേടിച്ച് നിൽക്കുകയാണ് ഭഗവാനെ. അപ്പൊ അവരിൽ അനുകമ്പ ഉണ്ടാകണം എന്ന് ഭഗവാനോട് പറയാണ്. വളരെ സ്വാതന്ത്ര്യത്തോടെ പറയാണ് ഭക്തൻ ഭഗവാനോട്, അവരിൽ അനുകമ്പ ഉണ്ടാവണമെന്ന്. അപ്പൊ ഇവിടെ ഈ ഭാഗവതം, ഭക്തൻ, ഭഗവാൻ, ഇത് മൂന്നും ഒന്നാണെന്ന് പറയും. അതാണ് ഇവിടെ കാണുന്നത്. ശ്രീരാമകൃഷ്ണ ദേവന്റെ വചനാമൃതം ഉണ്ട്. വചനാമൃതം ബുക്കുണ്ട്. ശ്രീരാമകൃഷ്ണ ദേവന്റെ മൊഴികളാണ് അതിലെല്ലാം. അതിനകത്ത് ശ്രീരാമകൃഷ്ണദേവൻ പലതവണ ഉരുവിടുന്നതാണിത്. ഭാഗവതം, ഭക്തൻ, ഭഗവാൻ എന്ന് ഈ ആശയം പല സ്ഥലത്തും പ്രകടിപ്പിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോ ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവൻ ഈ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണുക്ഷേത്രത്തിന് മുമ്പിലുള്ള വരാന്തയിൽ ഇരുന്ന് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യോതിർമയ രൂപം പ്രത്യക്ഷത്തിൽ കാണാനിടയായി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മൂർത്തിയുടെ പാദപത്മങ്ങളിൽ നിന്ന് ഒരു നൂല് പോലെ ഒരു പ്രകാശരശ്മി പുറപ്പെട്ടു. ആദ്യം അത് ഭാഗവത ഗ്രന്ഥത്തെയും തുടർന്ന് തൻ്റെ ഹൃദയത്തെയും സ്പർശിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. കുറച്ചു നേരം ഈ മൂന്നും തൊട്ടുകൊണ്ട് തന്നെ വിളങ്ങുന്നതായി കണ്ടു. ഈ ദർശനം ലഭിച്ചതോടെ ഭാഗവതവും ഭക്തനും ഭഗവാനും 3 വിധത്തിൽ വേറെ രൂപങ്ങളായി കാണപ്പെട്ടുവെങ്കിലും അവ ഒരേ സത്തയുടെ വിഭിന്ന രൂപങ്ങളാണ് എന്നുള്ളത് ആ ഭഗവാന്റെ മനസ്സിൽ ദൃഢമായ ബോധമുണ്ടായി. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ എപ്പോഴും ഈ ഭാഗവതം, ഭക്തൻ, ഭഗവാൻ എന്ന് പറയുന്നത്. നമുക്കിനി പ്രഹ്ലാദന്റെ സ്തുതിയിലേക്ക് വരാം. രൂപം നൃസിംഹ വിഭയായ ജനാസ്മരന്തി. ഹേ നരസിംഹമൂർത്തെ, ജനങ്ങൾ ഭയനിവൃത്തിക്കായിക്കൊണ്ട് ഈ രൂപത്തെ സ്മരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദൻ പറയ, നാഹം ബിഭേമി അജിത എന്ന്. അജിത ഭഗവാന്റെ ഒരു മധുരമായ നാമമാണ് അജിത. ഭഗവാനെ നേരത്തെ വിളിക്കുന്നുണ്ട് നിജലാഭപൂർണ, കൃപണവത്സല എന്നൊക്കെ വിളിക്കുന്നുണ്ട്.
അപ്പൊ അജിത എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്തോ ഒരു മധുരിമ തോന്നും. എനിക്ക് തോന്നുന്നു ആ കുചേലവൃത്തം കഥകളിപ്പാട്ടില് കഥകളിപ്പദത്തില് കേൾക്കാൻ വളരെ സുഖമാണല്ലോ പാടുന്നത്. അജിത ഹരേ ജയ മാധവ കൃഷ്ണ. അത് എപ്പോഴും ഒരു ആനന്ദം തരുന്ന ഒരു പദമാണത്. പ്രഹ്ലാദ് എന്നിട്ട് പറയാണ്, എനിക്ക് പേടിയില്ല, അഹം ന ബിഭാമി എന്ന് പറഞ്ഞു, എനിക്ക് പേടിയില്ല, എനിക്ക് അത് അങ്ങയുടെ രൂപത്തിൽ ഒരു പേടിയും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ട്. എന്തിനാണ് പേടി എന്ന് പറയുകയാണ്, സംസാര ചക്രത്തെയാണ് എനിക്ക് പേടി ഉള്ളത്. ആ സംസാര ചക്രത്തിൽപ്പെട്ട എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു. പ്രിയ അപ്രിയ വിയോഗ സംയോഗങ്ങളിലാണ് സംഭവിക്കുക. പ്രിയ അപ്രിയ വിയോഗങ്ങളിൽ നമ്മൾ ദുഃഖിതരാകുന്നു. പ്രിയമുള്ളവർ വേർപെടുമ്പോൾ നമുക്ക് അത് ദുഃഖം ഉണ്ടാകുന്നു. അതുപോലെ അപ്രിയമായത് വന്നു ചേരുമ്പോൾ അതിൽ ദുഃഖം ഉണ്ടാകും നമുക്ക്. പക്ഷെ ഇത് രണ്ടും നമുക്ക് ഇല്ലാതാവണമെങ്കിൽ ഞാൻ എന്നും എൻ്റേതെന്നുള്ള ഭാവം ഇല്ലാതാകണം. എന്നാലേ നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് നമുക്ക്, ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അനിത്യം അസുഖം ലോകം. ആ ലോകത്ത് അതിനെ തരണം ചെയ്യണമെങ്കിൽ, ഈ സംസാര ലോകത്തെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ സാധിക്കണം. ഈ കർമ്മവാസത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആണ് ഇപ്പൊ പറയുകയാണ് പ്രഹ്ലാദൻ, തേ അങ്ക്രി മൂലം പ്രീതോപവർഗ ശരണം എന്നാണ്. അങ്ങ് പ്രീതനായിട്ട് അങ്ങയുടെ ആ പാദമൂലങ്ങളിലേക്ക്, അപാര വാത്സല്യനിധിയായ അങ്ങയുടെ ആ പാദമൂലങ്ങളിലേക്ക് എന്നാണ് എന്നെ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എല്ലാ ഭക്തന്മാർക്കും, എല്ലാ യഥാർത്ഥ ഭക്തന്മാർക്കുള്ള ആഗ്രഹം അത് തന്നെയാണ്, ഭഗവാന്റെ ആ പാദങ്ങളിൽ ചെന്ന് ലയിക്കണം എന്നുള്ളത്. ആർക്കും സ്വർഗം അവരാരും സ്വർഗം കാക്ഷിക്കുന്നില്ല, ഭഗവാനിൽ ചെന്ന് ചേർന്നാൽ മതി, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് ഭൂമൻ പ്രമാമി പദമേ തവ ദാസ്യയോഗം. പ്രഭു, ചുറ്റിത്തിരിയുന്ന എനിക്ക് അങ്ങയുടെ ദാസ്യരൂപമായ യോഗത്തെ ഉപദേശിച്ചാലും എന്ന് പറയാണ്. അതായത് ഈ സംസാരത്തിൽ മറികടക്കാനുള്ള ഒറ്റ പോലി ഭക്തിയോഗമാണ്. പക്ഷെ ഈ ഭക്തിയോഗം ഉണ്ടാവണമെങ്കിൽ, ഈ ഭക്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം. വെറുതെ നമുക്ക് ഭക്തി വരില്ല. അതിന് ഭഗവാന്റെ കൃപ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഭക്തി കിട്ടുകയുള്ളൂ. പിന്നെ ഭക്തി ഉണ്ടാവാനായിട്ട് നമ്മൾ ലീലാമൃതം, ഭഗവാന്റെ ലീലാമൃതം വായിക്കുക, പിന്നെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗം എപ്പോഴും ഉണ്ടാകുക. ഇതൊക്കെ അങ്ങനെയാണ് ഭക്തി വളർത്തി നമുക്ക് എന്നിട്ട് ഗുണവിപ്രമുക്തനാകണം എന്നാണ് അവിടെ പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ഗുണാതീതനാകണം എന്നും, ആ അസംഗമാകുന്ന ആയുധം കൊണ്ട് ആ സംഘത്തെ ഉന്മൂലനം ചെയ്യണം. എന്നിട്ട് പക്ഷെ അതിനൊക്കെ അങ്ങയുടെ കൃപ വേണം എന്ന് പറയാണ്. അതുപോലെ പറയാണ്, ബാലസ്നേഹ ശരണം പിതരോ നൃസിംഹ. അതായത് നമ്മൾ വിചാരിക്കുന്നു അച്ഛനമ്മമാരാണ് കുട്ടികളെ രക്ഷിക്കുന്നതെന്ന്, അതുപോലെ ഔഷധമാണ് രോഗത്തെ മാറ്റിത്തരുന്നത് എന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആ തോണിയാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ പുറകിൽ ആ ഭഗവാന്റെ കൈയില്ലാതിരുന്നാൽ, ഭഗവാന്റെ കാരുണ്യം ഇല്ലാതിരുന്നാൽ ഇതൊന്നും നടക്കില്ല. ഭഗവാൻ കൈ ഒഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അത് നമ്മൾ പലപ്പോഴും മറന്നുപോകും. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുകയുള്ളൂ. കുന്തിദേവിക്ക് ഈ തിരിച്ചറിവുണ്ടായിരുന്നു. കുന്തി സ്തുതിയില് ഓരോ ആപത്തും എടുത്തു പറഞ്ഞ് അതിൽ നിന്നെല്ലാം രക്ഷിച്ച വാസുദേവനാണ് എന്ന് കുന്തി അവിടെ പറയുന്നുണ്ട്. അപ്പൊ പ്രഹ്ലാദൻ പറയുന്നത്, ലോകത്തുള്ള പദവികളൊന്നും എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് പദവി ഐശ്വര്യവും ധനവും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാലാൽപന ഉപനയന മാം നിജഭൃത്യപാർശ്വം. അങ്ങയുടെ ഭൃത്യന്മാരുടെ പാർശ്വത്തിലേക്ക് എന്നെ അയച്ചാലും, അതാണ് കലസ്വരൂപനായ അങ്ങയുടെ ആ ഭൃത്യന്മാരുടെ പാർശ്വത്തിലേക്ക് എന്നെ അയച്ചാലും എന്ന് പറയുന്നു. അവിടെ ആ സത്സംഗത്തിന്റെ മാഹാത്മ്യം പ്രഹ്ലാദനോട് വ്യക്തമായി പറയുകയാണ്. സത്സംഗത്തിലുള്ള മാഹാത്മ്യം ഭാഗവത്തിൽ നമുക്ക് ഉടനീളം കാണാം, ധാരാളം സന്ദർഭങ്ങളിൽ കാണാം. കപിലമൂർത്തിയായ ഭഗവാൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ചപ്പോൾ, അപ്പൊ ആദ്യം പറഞ്ഞത്, മുക്തിക്കുള്ള ഉപദേശം കൊടുത്ത സമയത്ത് നാരായണത്തിൽ അത് ഭട്ടതിരിപ്പാട് പറയുന്നത്, മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യാന്ന്, മഹാന്മാരുടെ സംസർഗം കൊണ്ടേ അമ്മയെ ഭക്തി സമ്പാദിക്കാൻ കഴിയുള്ളൂ എന്ന്. പിന്നെ ഈ ഭഗവാനെ സ്തുതിക്കുകയും പറയുകയും ഭഗവാന്റെ മഹത്വങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലെല്ലാം കുറെ തത്വജ്ഞാനവും പ്രഹ്ലാദൻ നമുക്ക് പകർന്നു തരികയുണ്ട്. 16 ആരക്കാല് കൂടിയതാണ് ഈ സംസാര ചക്രം എന്ന് പറയുന്നു. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പിന്നെ മനസ്സോ അഹങ്കാരം. അത് മനസ്സോ അഹങ്കാരം ഏതായിട്ട് എടുക്കാം, അഹങ്കാരം. അങ്ങനെ 16 എണ്ണം, അങ്ങനെ 16 എണ്ണം കൂടി ചേർന്നതിന് ആരക്കാൽ ചക്രം, അതായത് ഷോഡശ ചക്രം എന്നും പറയും.
ഈ ചക്രത്തെ ചുറ്റിച്ചിരുന്ന അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പൊ ഈ ചക്രത്തെ ചുറ്റിച്ചിരുന്ന എന്നെ അങ്ങ് രക്ഷിക്കണമേ, അങ്ങ് എന്നെ കാലസ്വരൂപനായ അങ്ങ് എന്നെ അങ്ങയുടെ ഭൃത്യനായി എടുക്കണമേ, എന്നെ കൈക്കൊള്ളണേ, എന്നെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഭൗതിക വിഷയങ്ങളെ കുറിച്ചൊക്കെ വീണ്ടും പ്രഹ്ലാദന് പലപ്പോഴും അതിനകത്ത് ഒരു വാണിംഗ് തരുന്നുണ്ട്. എന്താണ് ഈ വിഷയങ്ങൾ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ശബ്ദസ്പർശാദി വിഷയങ്ങൾ മരുമരീചിക പോലെ തൃഷ്ണയെ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ ഒരിക്കലും സമർത്ഥമല്ല. മരുഭൂമിയില് നമുക്ക് തോന്നും ദാഹജലം, ജലം മുമ്പിൽ കാണുന്നു തോന്നും, സൂര്യരശ്മികൾ അത് ജലമാണെന്ന് തോന്നും. പക്ഷെ ജലമല്ല, യഥാർത്ഥത്തിൽ ജലമല്ല. അതുപോലെയാണ് ഈ വിഷയങ്ങളൊന്നും നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സുഖമല്ല തരുന്നത്, അതൊക്കെ അനിത്യമായ സുഖങ്ങളാണ് തരുന്നത് എന്നൊക്കെ അവിടെ പ്രഹ്ലാദൻ പറയും. നമുക്ക് ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഉപദേശങ്ങളാണ് ഇതെല്ലാം. കപിലുവിന് അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തതുപോലെ അത് നമുക്കും കൂടെ ഉപദേശമായിരുന്നു. അതുപോലെ ഇവിടെ ഈ കൊച്ചു ബാലൻ നമുക്ക് തരുന്ന ഉപദേശങ്ങളാണ് ഇതെല്ലാം. ഓരോ പ്രപഞ്ച സത്യവും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ സ്തുതിയിലൂടെ. ലളിതമായ ഉപമകളിലും അത് ഇവിടെയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അഗ്നിയുടെ അടുത്ത് ചെന്നാൽ അഗ്നി ചൂട് തരുന്നത് പോലെ അങ്ങയെ ആശ്രയിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കുന്നു, അങ്ങ് കൽപ്പവൃക്ഷമാണ് എന്ന് പറയുകയാണ്. ഭഗവാനെ ആശ്രയിക്കണം, എന്നാൽ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കുകയുള്ളൂ. പിന്നെ നാരദ മഹർഷിയുടെ വാക്കിനെ സത്യമാക്കാനല്ലേ അങ്ങ് അവതരിച്ചത്. അത് നാരദ മഹർഷി എന്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നു, ഭവതിയുടെ ഈ പുത്രനെ ആരും കൊല്ലില്ല എന്ന്. അപ്പൊ അച്ഛൻ എന്നെ കൊല്ലാൻ പോയപ്പോൾ ആ വാക്ക് സത്യമാക്കാനല്ലേ അങ്ങ് അവതരിച്ചത് എന്ന് വെച്ച് പറയുകയാണ്. നമുക്കറിയാം ഭഗവാൻ പലപ്പോഴും ഭക്തന്മാരുടെ വാക്ക്, അവരുടെ വാക്ക് സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ ശരിക്കും ഭഗവാന്റെ കാരുണ്യം പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാം. ഇതിനകത്ത് തന്നെ ബ്രഹ്മാവിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ബ്രഹ്മാവ് കൊടുത്ത വരം കൊണ്ടാണല്ലോ ഈ രൂപം ഭഗവാൻ എടുക്കേണ്ടി വന്നത്. അങ്ങനെ വിഭുവായ ഭഗവാന്റെ ഐശ്വര്യത്തെ പിന്നെ വർണ്ണിക്കുകയാണ്. അങ്ങയുടെ മായാശക്തി കൊണ്ട് 3 ഗുണങ്ങളോടുകൂടി ഈ ജഗത്തിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഏകനായ അങ്ങ് നാനാരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് വിളങ്ങുന്നു എന്ന്. പ്രളയത്തിൽ പിന്നെ ബ്രഹ്മാണ്ഡത്തെ തന്നിൽ ലയിപ്പിച്ച് ആത്മസുഖത്തിൽ അങ്ങ് മുഴുകിയിരുന്നു. തുരീയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന നെന്തിരുവടിയിൽ പ്രളയാവസാനത്തിൽ കാലം ഉണർന്ന് പ്രവർത്തിക്കുന്നു. ആ കാലപ്രഭാവം കൊണ്ട് സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന പ്രപഞ്ചബീജം താമരപ്പൂവായി അങ്ങയുടെ നാഭിയിൽ നിന്നുണ്ടാകുന്നു. ആ താമരപ്പൂവിൽ നിന്നുണ്ടായ ബ്രഹ്മദേവൻ 100 സംവത്സരക്കാരൻ തപസ് ചെയ്താണ് സൂക്ഷ്മസ്വരൂപിയായ നെന്തിരുവടിയെ തൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഭഗവാന്റെ വിരാട് സ്വരൂപമൊക്കെ കണ്ട് ബ്രഹ്മാവ് സന്തോഷിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. പ്രളയജലത്തിൽ വെച്ച് മധു, കൈടവൻ എന്ന അസുരന്മാരെ വധിച്ചു. ഹയഗ്രീവനായി അവതരിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുത്തു. ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് അങ്ങ് പല അവതാരങ്ങളും എടുത്തു എന്ന് പറയണം. അങ്ങനെ പ്രഹ്ലാദസ്തുതിയിൽ മഹിമയും കാരുണ്യാതിരേകവും പൊരുത്തുന്നതിനോടൊപ്പം തത്വജ്ഞാനവും പ്രകാശിക്കുന്നു. മനസ്സിനെ വിഷയങ്ങൾ പിടിച്ചു വലിക്കുന്നതിനെ കുറിച്ചും പ്രഹ്ലാദൻ പിന്നെയും ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. വേറൊരു നല്ല ഉദാഹരണം പിന്നെ പറയുന്നതാണ്, ഒന്നിലധികം പത്നിമാരുടെ ഉള്ള ഒരു ഗൃഹസ്ഥനെ ഓരോ പത്നിയും ഓരോ കാര്യങ്ങളിലേക്ക് ഒരേ സമയം പിടിച്ചു വലിക്കുന്ന പോലെയാണ് മനസ്സും ഇന്ദ്രിയങ്ങളും ജീവനെ ഓരോ വിഷയത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് അതിനെ പിടിച്ച് ആകർഷിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ ശുദ്ധമായ മനസ്സിനെ എങ്ങനെയാണ് ഭഗവാനെ നെന്തിരൂടെ ഉറപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് പിന്നെ ഭഗവാനോട് ചോദിക്കുകയാണ്. പിന്നെ ഈ സംസാര ദുഃഖം അനുഭവിച്ച് ക്ലേശിക്കുന്നവരെയൊക്കെ അങ്ങ് അവർക്കൊക്കെ അങ്ങ് പിന്നെ അനുഗ്രഹം കൊടുക്കുന്നതിന് മുമ്പ് പ്രഹ്ലാദന്റെ ഒരു പ്രത്യേക ഒരു ഇതാണ് അത് കൊടുക്കുന്നതിന് അങ്ങയെ ആശ്രയിക്കാത്തവരെ കൂടെ അനുഗ്രഹം കൊടുക്കുക. അവർക്ക് ആദ്യം മുക്തി കൊടുക്കാനായിട്ട് പറയണം. അത് ആ ശ്ലോകം 43-ാമത്തെ ഒരു ശ്ലോകമാണ്. ഏറ്റവും എനിക്ക് അതിശയം തോന്നിയൊരു ശ്ലോകമാണത്. കോന്നത്ര തേ അഖില ഗുരോ ഭഗവൻ പ്രയാസ ഉത്താരണേസ്യ ഭവസംഭവലോപഹേതു മൂഢേഷു വൈ മഹദനുഗ്രഹാർത്ഥബന്ധു കിം തേന തേ പ്രിയജനാനുസേവതാം നഃ. ഭഗവൻ അഖില ഗുരു, ഈ സംസാരത്തിന്റെ സൃഷ്ടിനാശ കാരണഭൂതനായ അങ്ങക്ക് സംസാര വൈദ്യനെ തന്നെ മുങ്ങിപ്പൊങ്ങി കുഴങ്ങുന്ന മൂഢജനത്തെ ഉദ്ധരിക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? അങ്ങ് ആർത്തരുടെ ബന്ധുവല്ലേ?
അജ്ഞന്മാരായതുകൊണ്ടല്ലേ അവർ അങ്ങയെ ഭജിക്കാത്തത്? അവരിലേക്ക് അങ്ങയുടെ കാരുണ്യം അവരിലേക്ക് അങ്ങയുടെ അവരുടേക്കും അല്ല അങ്ങയുടെ കാരുണ്യം ഉണ്ടാവേണ്ടത്. പകൽ ഭക്തന്മാരെ സേവിച്ചുകൊണ്ട് കഴിയുന്ന എന്നെ പോലെയുള്ളവരെയല്ല അങ്ങ് ആ ഈശ്വരനെ ആശ്രയിക്കാതെ സംസാര ദുഃഖം അനുഭവിച്ച് ക്ലേശിക്കുന്നവരെയാണ് ആദ്യം അവിടുന്ന് രക്ഷിക്കേണ്ടത് എന്ന് പ്രഹ്ലാദൻ പറയുന്നു. അത് നമുക്ക് ഈ ശ്ലോകം ശരിക്കും നമുക്ക് ഒരു ചിന്തിപ്പിക്കുന്ന ശ്ലോകമാണിത്. സ്വന്തം മുക്തിയോ മറ്റു ഭക്തന്മാരുടെ മുക്തിയോ അല്ല അവിടെ അഭ്യർത്ഥിക്കുന്നത്, അഭക്തന്മാരുടെ മുക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു വളരെ അസാധാരണമായ ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ പ്രഹ്ലാദൻ തന്റെ സുഖത്തെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഭക്തനല്ല, അഖില സുഖത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രഹ്ലാദന്റെ മാഹാത്മ്യം. മാഹാത്മ്യം പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അനുഭവിക്കണമെന്ന് തോന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് പറയുന്ന ഒരു സരളമായ ഒരു ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് കയ്യിലൊരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ ചൊറിയും തോറും വേദനയും ചൊറിച്ചിലും കൂടുകയാണ് ചെയ്യുക. പക്ഷെ ചൊറിച്ചിൽ തോന്നുമ്പോൾ ചൊറിയാതിരുന്നാൽ അല്പസമയം കഴിയുമ്പോൾ ചൊറിച്ചിൽ തന്നെ മാറും. അതിനാൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അടക്കുകയാണ് വേണ്ടത്. എന്നാൽ ക്രമേണ ആഗ്രഹം ഇല്ലാതാവും, ഇല്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും ആളി കത്തിക്കൊണ്ടേ ഇരിക്കും എന്നുള്ള ആ ഒരു കാര്യം പ്രഹ്ലാദൻ നമുക്ക് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളെ അടക്കാതെ മനസ്സ് അടങ്ങില്ല, മനസ്സ് അടങ്ങാതെ മുക്തിയില്ല, മുക്തിക്ക് സാധ്യമല്ല. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളെ ഏറ്റവും അടക്കാൻ പ്രയാസിച്ചിരിക്കും നാവാണ്. അതുകൊണ്ടാണ് ജിതം സർവം ജിതേ രസേ എന്ന് ശ്രുതി പറയുന്നത്. നാവിനെ ജയിച്ചാൽ എല്ലാം ആയി എന്നാണ് പറയുന്നത്. പിന്നെ പഞ്ചഭൂതങ്ങൾ, ശബ്ദസ്പർശ രസരൂപഗത ഗന്ധാദികൾ, പഞ്ചപ്രാണന്മാർ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ചിത്തം, അഹങ്കാരം, ത്രിഗുണങ്ങൾ, ഗുണാതീത, ഇതെല്ലാമായി വിളങ്ങുന്നത് അങ്ങ് തന്നെയാണ്, അങ്ങയിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്ന് പ്രഹ്ലാദൻ അവിടെ പറയുകയാണ്. അപ്പൊ ഈ സ്തുതി ഉപസംഹരിക്കുമ്പോൾ മുമ്പായിട്ട് ഭഗവാൻ പറയുന്ന ശ്ലോകം വായിക്കാം. നമസ്തുതി കർമ്മ പൂജ കർമ്മസ്മൃതി ചരണയോ ശ്രവണം കഥായാം സംസേവയാ വിനീതി ഷടങ്കയാ കിം ഭക്തിം ജന പരമഹംസഗതാ ലഭേദാ. അതായത് ആ പരമപൂജ്യനായ ഭഗവാനെ നമസ്കാരം, സ്തോത്രം, സർവകർമ്മ സമർപ്പണം, പൂജ, പാദസ്മരണം, കഥാശ്രവണം, ഇങ്ങനെയുള്ള 6 വിധ ഭക്തി സാധനങ്ങളെ കൊണ്ടല്ലാതെ ജനങ്ങൾക്ക് എങ്ങനെയാണ് പരമഹംസരുടെ പ്രാപ്യസ്ഥാനമായ അങ്ങയിൽ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്തുതി അവിടെ പ്രഹ്ലാദൻ അവസാനിപ്പിക്കുന്നത്. ഈ ഭക്തനായ പ്രഹ്ലാദൻ ഭഗവാന്റെ ആ അപരിമേയ ഭക്തവാത്സല്യ ഗുണങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ച ശേഷം ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ, കുഞ്ഞെ പ്രഹ്ലാദ, നിനക്ക് മംഗളം ഉണ്ടാകട്ടെ, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു, നീ ആഗ്രഹിക്കുന്ന വരങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് എന്നെ പ്രീതിപ്പെടുത്താതിരിക്കുന്നവർക്ക് എന്റെ ദർശനം സാധിക്കുവാൻ പ്രയാസമാണ്. നേരത്തെ ആവശ്യപ്പെട്ടൊരു കാര്യം അതുണ്ടല്ലോ, എന്നെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ എന്റെ അനുഗ്രഹം ലഭിക്കൂ എന്നുള്ളതും പറഞ്ഞു. അതെ, പ്രഹ്ലാദനാണെങ്കിൽ ഈ വരങ്ങളൊന്നും വേണ്ട, അതൊക്കെ ഏകാന്ത ഭക്തിക്ക് തടസ്സങ്ങളായിട്ടാണ് പ്രഹ്ലാദൻ തോന്നുന്നത്. അതുകൊണ്ട് വരങ്ങളൊന്നും സ്വീകരിച്ചില്ല, ആഗ്രഹിച്ചില്ല. ഭഗവത് കാരുണ്യം മാത്രമല്ലാതെ ഒന്നും പ്രഹ്ലാദൻ ആഗ്രഹിച്ചില്ല. പിന്നെ അടുത്ത അധ്യായത്തില് അതില് വരുന്നുണ്ട് ഭഗവാനോട് അച്ഛന്റെ കാര്യമൊക്കെ പറയുന്നൊക്കെ അടുത്ത അധ്യായത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അവിടെ ഭക്തിയുടെ മാഹാത്മ്യം ഭാഗവത്തിൽ പല സ്ഥലത്തും പറഞ്ഞു തരുന്നുണ്ട്. അത് ശരിക്കും എന്നാലും ഈ പ്രഹ്ലാദ ബാലനെയാണ് നമുക്ക് എപ്പോഴും നമ്മൾ ഭക്തിക്ക് മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോഴും. അപ്പൊ ഈ സ്തുതിയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സ്തുതിയിൽ പറയുന്ന ഭഗവാന്റെ വിശേഷങ്ങളും ഭഗവത് പ്രഭാവവും അതുപോലെ നമുക്ക് ആ പ്രപഞ്ച സത്യങ്ങളെല്ലാം അതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉപമയിൽ കോർത്ത് ഒക്കെ തരുന്നുണ്ട്. എല്ലാം ഒരു അതാണ് ഞാൻ ഭക്തിയിൽ ചാലിച്ച് ഉള്ള ആ ഒരു പരിശുദ്ധ ഭക്തിയിൽ ചാലിച്ച് പറയുന്ന വാക്കുകളാണ്. അതെല്ലാം ജ്ഞാനവും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്തുതിയോട് ശരിക്കും പ്രഹ്ലാദ സ്തുതിയോട് നമ്മൾ വളരെ കടപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ വായിച്ച് നമ്മുടെ ഹൃദയം പവിത്രമാകാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു.
പിന്നെ എനിക്കിങ്ങനെ ഈ പ്രഹ്ലാദസ്തുതി പറയാൻ ഒരു അവസരം തന്ന തിരുമേനിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇതെല്ലാം കേട്ടിരുന്ന എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എത്രത്തോളമൊക്കെ എല്ലാം ശരിയായെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ തിരുമേനി എന്നെ നിരത്തി തരും. തവ കഥാമൃതം തപ്ത ജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ പൂരിതാ ജനാഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തുടക്കത്തിലും ഒടുക്കത്തിലും ചേച്ചി ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു? ജ്ഞാനത്തെ ഭക്തിയാകുന്ന തേനില് ചാലിച്ച് നമുക്ക് തന്നു എന്ന് പറഞ്ഞാല് ഭക്തിക്ക് ഏറ്റവും യോജിച്ച ഒരു ശബ്ദമാണ് നമ്മുടെ രമചേച്ചിയുടെ ശബ്ദം. അപ്പൊ അതുകൊണ്ട് അതെന്തൊന്നില്ലാതെ മാധുര്യം, അല്ലെ? അതിനൊരു മാധുര്യമുണ്ട്. ഇതിനാ ജ്ഞാനത്തെ പ്രഹ്ലാദൻ ഭക്തിയിലാക്കിയപ്പോ ഒരു മാധുര്യം, നമുക്ക് കിട്ടിയപ്പോ എന്തായി? ഇരട്ടി മധുരത്തോടു കൂടി കിട്ടിയെന്നുള്ളതാണ്. അത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ പ്രഹ്ലാദസ്തുതിയോട് പ്രേമിച്ചിട്ടുണ്ടതുകൊണ്ടായിരിക്കാം ഈ ഒരു ഭാവമൊക്കെ നമ്മുടെ ഉള്ളിൽ പറയല്ലേ, ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയല്ലേ. എന്ന് പറഞ്ഞ പോലെ സ്തുതികളെ ഒക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ ഇനിയിപ്പോ രമചേച്ചി നമുക്ക് ഇത് പറഞ്ഞു തന്നില്ലെങ്കിലും രമചേച്ചിയുടെ മുഖത്തു നിന്നും പ്രവൃത്തിയിൽ നിന്നും നമുക്ക് ഈ പ്രഹ്ലാദന്റെ സ്തുതി വേണ്ട പോലെ വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ആ ആൾക്ക് തന്നെ ഭഗവാൻ ഈ സ്തുതി പറയാൻ കൂടെ കൊടുക്കുമ്പോൾ എത്ര മധുരമായി എന്ന് ആലോചിച്ച് നോക്കൂ. സത്യത്തില് ഇത് നിർത്താൻ തോന്നുന്നില്ലായിരുന്നു. ഒരു അരമണിക്കൂർ ഉള്ളെങ്കിൽ പോലും അതിങ്ങനെ ഒഴുകുന്ന ഒരു സമുദ്രത്തിൽ ഇങ്ങനെ നമ്മള് കപ്പലിലൂടെയൊക്കെ കപ്പലല്ല ബോട്ടിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഇടയ്ക്ക് ചെയ്യ ഇറങ്ങാറായി എന്ന് പറയുമ്പോൾ ഒരു വിഷമം. സത്യത്തില് ആ കാറ്റ് കൊണ്ട് അങ്ങനെ ഇതിലൂടെ പോകുന്ന വഴിക്ക് നിർത്താൻ പറയുമ്പോൾ ഇറങ്ങാറായല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പം വലിയൊരു വിഷമം വരും. ഇതുപോലെ നല്ല സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറങ്ങാറാമത്തെ എന്തെന്നില്ലാത്തൊരു വേദന വരും. എനിക്കുണ്ടായ അനുഭവമാണ് ഇത്. സത്യത്തില് അത്ര ഒരു ഇതിൽ യാത്രയിൽ കൊണ്ടുപോകായിരുന്നു പ്രഹ്ലാദിന്റെ കൂടെ. അത് തീർച്ചയായിട്ടും നമ്മളുടെ മാനുഷികമായിട്ടുള്ള ഈ ശരീരം കൊണ്ട് കിട്ടുന്നതല്ല. ശരിക്കും നമ്മളുടെ ഉള്ളില് ആ ഭഗവാൻ പ്രഹ്ലാദൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ യഥാമുഖശ്രീ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഉള്ളില് ആ ഒരു വാസന ഉണ്ടെങ്കിൽ, ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ നമ്മളുടെ ശരീരം പ്രവർത്തിച്ചാലും അത് അങ്ങനെയേ വരൂ. അത് ഈശ്വര കാരുണ്യം അതെന്നും അമ്മയ്ക്ക് നിലനിൽക്കട്ടെ. രമചേച്ചിയുടെ പാദങ്ങൾ വീണ്ടും നമസ്കരിക്കുന്നു. ഇതുപോലെ തന്നെ ആയുരാരോഗ്യ പറഞ്ഞ പോലെ എനിക്ക് എന്താണ് ഇതിന് അർഹത എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. അതാ നമ്മുടെ തീർച്ചയായിട്ടും അത് അത് മനസ്സിലാക്കാൻ പാടാ. രമചേച്ചിക്ക് മനസ്സിലാക്കാൻ പാടാ. അത് ബാക്കിയുള്ളവർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുവായൂരപ്പ. അപ്പം ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.